എൻ്റെ ശബ്ദം ഉയർന്ന ശബ്ദമാണ്. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ കഴിയുന്നില്ല. ഇതുകാരണം മാനസികമായി ഭർത്താവിന് ഇഷ്ടക്കുറവാണ്. എപ്പോഴും എന്നെ അദ്ദേഹം ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എങ്കിലും ആ നിമിഷം കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധ വിട്ടുപോവുകയും ശബ്ദം പഴയതുപോലെ ആവുകയും ചെയ്യുന്നു. ശബ്ദം കുറക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ജന്മനാ എൻ്റെ സൗണ്ട് വലിയ സൗണ്ടാണ്. ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പരമാവധി ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ സൗണ്ട് മാത്രം എനിക്ക് ശരിയാക്കാൻ പറ്റുന്നില്ല. മാനസികമായി ഞാൻ വളരെ തളർന്നിട്ടാണുള്ളത്. തഹജ്ജുദിൽ വരെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെന്തുള്ള ചില അയാൾ ഉൾക്കൊള്ളേണ്ട കാര്യമുള്ളൂ. അതായത് നമ്മളെല്ലാതും പരിഹരിക്കാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ വിവാഹം കഴിച്ച് വരുമ്പോൾ അയാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതിൽ മാറ്റിയെടുക്കാമെന്ന് നോക്കുമ്പോൾ മാറ്റിയെടുക്കാൻ പറ്റാത്തൊക്കെ നമ്മൾ അങ്ങനെ ഉൾക്കൊള്ളല്ലേ. എൻ്റെ വൈഫിൻ്റെ നിറം ചില ആൾക്കാർക്ക് വെളുപ്പായിരിക്കും ഇഷ്ടം, ചിലർക്ക് കറുപ്പായിരിക്കും ഇഷ്ടം. ഏതെങ്കിലും ഒരു കളറല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഇഷ്ടം എന്തായിരുന്നാലും എന്ത് ചെയ്യും? നമ്മളുടെ ഭാര്യ നിലയ്ക്ക് നമ്മളവർ ഉൾക്കൊള്ളും, നമ്മുടെ ഭർത്താവിലേക്ക് ഉൾക്കൊള്ളും. അപ്പോൾ എന്ത് ചെയ്യും? ഇവരുടെ ശബ്ദം സ്വാഭാവികമായി കുറച്ച് ഉയർന്ന ശബ്ദമാണ്. അപ്പം അങ്ങനെയുള്ള ശബ്ദം ഒരു കുറ്റമായി പറയാൻ പറ്റും നമുക്ക്? ഒരാൾ ശബ്ദം നിയന്ത്രിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കുറക്കാൻ പറ്റാത്ത ഒരാളെ ശബ്ദം ഉച്ചത്തിലായി പോകുന്നു എന്നുള്ളതിൽ അയാളെ പ്രതിയാക്കാൻ പറ്റും? ഈ പറഞ്ഞ വാസ്തവമാണ്. അത് പ്രതിയല്ലല്ലോ. അത് അവൾക്ക് അങ്ങനെ ഒരു ശബ്ദമുണ്ട് എന്ന് അയാൾ ഉൾക്കൊള്ളണം. പിന്നെ അതിനെ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ അതിൻ്റെ പേരിൽ ശാസിക്കാനോ പാടില്ലല്ലോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ആ സ്ത്രീ വളരെ നിസ്സഹായമായിട്ടാണ് എന്ത് ചെയ്യണത് ഇതിൽ പറയണത്. അപ്പോൾ അത് ഭർത്താവ് ഉൾക്കൊള്ളുക. എന്നോട് ഉച്ചത്തിൽ പറയുമ്പോൾ അത് എന്നോടുള്ള അനുസരണക്കേട് കൊണ്ടല്ല, എന്നോടുള്ള ധിക്കാരം കൊണ്ടല്ല. കാരണം പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലൊക്കെ അവൾ അങ്ങേയറ്റം എന്നോട് അനുസരണവും താഴ്മയും കാണിക്കുമ്പോൾ ശബ്ദം ഒരു സ്വാഭാവികമായി അവൾക്ക് ഉച്ചത്തിലുള്ള ശബ്ദമാണ് എന്ന് അദ്ദേഹം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രധാനം. അത് ഇത്രയും കാലമായിട്ട് അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ അപാകത കാണുന്നത്. അപ്പോൾ അത് ഉൾക്കൊള്ളുക. പിന്നെ ഇവരെന്ത് ചെയ്യും? പരമാവധി ശ്രമിക്കുന്നു എന്ന് പറയുന്നു. ഇനിയിപ്പോൾ എന്താ നമ്മൾ ശ്രമിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക? പിന്നെ നമുക്ക് എന്താ പറയുക, സംസാരിക്കേണ്ട, ഭർത്താവിനോട് സംസാരിക്കണത് അത് പറ്റൂലല്ലോ, സംസാരിക്കണമല്ലോ. അപ്പോൾ അത് എന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പരമാവധി ശ്രദ്ധിച്ചു പോവുക. അതിലുപരി എന്ത് ചെയ്യുക? ഭർത്താവ് എൻ്റെ വൈഫിന് എന്താണ് പ്രകൃതിപരമായി അവളുടെ ശബ്ദം ഉയർന്നതാണെന്ന് അയാൾ എന്ത് ചെയ്യുക? ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതിൻ്റെ ശാശ്വത പരിഹാരം.